നേരത്തെ തന്നെ കോഴിക്കോട് നഗരത്തിലെ അഗ്നിരക്ഷാ സംവിധാനത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പായി തന്നെ ന്യൂസ് മലയാളം ഒരു വാർത്ത ചെയ്തിരുന്നു. ആ വാർത്തയിലേക്കാണ് ഒരിക്കൽ കൂടി ശ്രദ്ധ ക്ഷണിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തം, വാഹനാപകടം തുടങ്ങി എല്ലാ അത്യാഹിതങ്ങളിലും രക്ഷയാകേണ്ട ബീച്ച് ഫയർ സ്റ്റേഷൻ ദുരിതക്കയത്തിലാണ്. നഗരസുരക്ഷയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഫയർ സ്റ്റേഷൻ കെട്ടിടം ഇല്ലാതായിട്ട് മാസങ്ങളാകുന്നു. കാലപ്പഴക്കത്താൽ നിലംപൊത്താറായ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയെങ്കിലും നിർമ്മാണം ഇതുവരെ തുടങ്ങാനായിട്ടില്ല. ബീച്ച് ഫയർ സ്റ്റേഷന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ന്യൂസ് മലയാളം മെയ് 1 തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒന്നടങ്കം കത്തിച്ചാമ്പലായേക്കാവുന്ന തീപിടുത്തങ്ങളിൽ നിന്ന് നഗരജനതയെയും സ്ഥാപനങ്ങളെയും രക്ഷിച്ച ചരിത്രമുള്ള ബീച്ച് ഫയർ സ്റ്റേഷൻ ഇന്ന് കേവലം ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയ പന്തലായി മാറി. കഴിഞ്ഞ കുറെ മാസങ്ങളായി ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്ന ഭാഗത്ത് ടാർപോളിൻ ഷീറ്റ് കെട്ടിയാണ് ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം. പഴയ ക്വാർട്ടേഴ്സിലാണ് ഓഫീസ് പ്രവർത്തനവും ജീവനക്കാരുടെ വിശ്രമവുമെല്ലാം. മിഠായി തെരുവ്, വലിയങ്ങാടി, ബീച്ച്, പാളയം എന്നിങ്ങനെ നഗരപരിധിയിൽ തന്നെ 100 കണക്കിന് ബഹുനില കെട്ടിടങ്ങളും വലിയ ആൾത്തിരക്കുമുള്ള സ്ഥലങ്ങളുണ്ട്. ഈ ഇടങ്ങളിൽ എവിടെയെങ്കിലും തീപിടുത്തമടക്കമുള്ള അപകടങ്ങൾ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം നേരിടുമെന്നാണ് ആക്ഷേപം. മിഠായി തെരുവിലൊക്കെ ഒരുപാട് കച്ചവടക്കാരായാലും ജനങ്ങളായാലും ഒക്കെ തിങ്ങി നിൽക്കും. നമുക്കറിയാം മൊയ്തീൻപള്ളി റോഡിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മിഠായി തെരുവിൽ പലതവണ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. കോയൻകോ ബസാർ ഇവിടെയൊക്കെ നമുക്ക് ഇതിനു മുൻപ് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ സജ്ജരല്ല എന്ന് വേണം നമുക്ക് പറയാൻ. നഗരത്തിൽ നമ്മൾ കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വരുന്ന നഗരവൽക്കരണം നടക്കുന്ന ഏറ്റവും വേഗത്തിൽ നടക്കുന്ന സിറ്റികളിൽ ഒന്നാണ് കോഴിക്കോട്. അപ്പോൾ അത്തരം ഒരു സംവിധാനം ഇല്ലാത്തത് തീർത്തും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമാണ്. കെട്ടിടം അപകടാവസ്ഥയിലായതോടെ 17 കോടി ചിലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനാവശ്യമായ പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു. ഇതോടൊപ്പം താൽക്കാലിക സൗകര്യത്തിനായി ആദ്യം കോർപ്പറേഷനും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസ് കെട്ടിടം ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടവും ഇടപെട്ടെങ്കിലും ഇതും പാതി വഴിയിലായി. ഇതോടെയാണ് ടാർപോളിൻ ഷീറ്റിനകത്തേക്ക് ഓഫീസ് പ്രവർത്തനം ചുരുങ്ങിയത്. ഇതിനകം തന്നെ സ്റ്റേഷനിലെ ജീവനക്കാരിൽ ഭൂരിഭാഗം പേരെയും ജില്ലയിലെ മറ്റു സ്റ്റേഷനുകളിലേക്ക് മാറ്റി. ഫയർ എഞ്ചിനുകൾ മിക്കതും മീൻചന്ത, വെള്ളിമാട് കുന്ന് സ്റ്റേഷനുകളിലേക്ക് മാറ്റി. ചുരുക്കത്തിൽ ഒരു യൂണിറ്റ് മാത്രമാണ് ബീച്ചിലുള്ളത്. ഇതോടെ നഗരത്തിൽ വലിയ അത്യാഹിതങ്ങൾ ഉണ്ടായാൽ മറ്റ് സ്റ്റേഷനുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലുമായി. ന്യൂസ് മലയാളം, കോഴിക്കോട്.